പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ഭാരതത്തിൻ്റെ വിശുദ്ധ അൽഫോൺസാമ്മ, നമ്മുടെ കേരളത്തിൻ്റെ പ്രിയ വിശുദ്ധയും സഹനത്തിൻ്റെ പുഷ്പവുമായ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ യുഎയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയായ പെനുവേൽ ഈ അമ്മയ്ക്ക് പ്രാർത്ഥനാഞ്ജലികൾ അർപ്പിക്കുന്നു. ആദ്യമായി അൽഫോൺസാമ്മയുടെ പ്രാർത്ഥനാ സൂക്തങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. കർത്താവിൻ്റെ കുരിശിൻ്റെ ഓഹരി എനിക്കുണ്ട്. ഞാൻ അവിടുത്തോടു കൂടെ കുരിശിലാണ്. ഈ ഭാഗ്യം എല്ലാവർക്കും ഉള്ളതാണോ? അതുകൊണ്ട് ഞാൻ മിടുക്കിയാണ്. ഞാൻ അപേക്ഷിച്ചാൽ കുരിശുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അവ സഹിക്കുവാൻ സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ പ്രാർത്ഥന തേടിയാൽ മതി. സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുക, അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഇതുമാത്രമേ ഇഹത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലോക സന്തോഷങ്ങളൊന്നും എനിക്കായിട്ടുള്ളതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുകയുള്ളൂ. കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം, ലഭിക്കുന്നതിലല്ല. ഭാരക്കുറവുള്ള പക്ഷികൾക്ക് വളരെ വേഗത്തിൽ പറന്നുയരാൻ സാധിക്കുമല്ലോ. ചില പക്ഷികൾ പറന്നാൽ ചിറകടിക്കുന്ന ശബ്ദം പോലും കേൾക്കുകയില്ല. ഞാനും അതുപോലെ പറന്നുപോയി എൻ്റെ മണവാളൻ്റെ മടിയിൽ അഭയം പ്രാപിക്കും. കുരിശിൻ ചുവട്ടിൽ നിന്നവർ പോലും കരുണയില്ലാതെ ഈശോയെ നിന്ദിക്കുകയല്ലേ ചെയ്തത്? എനിക്കാകട്ടെ ആശ്വസിപ്പിക്കാനും ശുശ്രൂഷിക്കുവാനും സഹതപിക്കുവാനും എത്രയോ പേര് അടുത്തുണ്ട്. ഞാൻ ഈശോയുടെ മണവാട്ടിയല്ലേ? പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമുള്ള എൻ്റെ ഈശോയെ, ലോക സന്തോഷങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ എന്നാണ് എൻ്റെ നിരന്തരമായ പ്രാർത്ഥന. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനം വിശുദ്ധ കുർബാനയാണ്. ഞാനാണ് ജീവന്റെ അപ്പം എന്നരുളിയ ദിവ്യനാഥന് എൻ്റെ ഉള്ളിൽ ആഗതനാകുമ്പോഴെല്ലാം അവാച്യമായ ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെരിച്ചു കിട്ടുന്ന ചാർ സംഭരിച്ചു വെച്ച് ശുദ്ധീകരിക്കുമ്പോൾ വീര്യമുള്ള വീഞ്ഞ് കിട്ടുന്നു. അതുപോലെ വേദനകൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നാം ആത്മവീര്യം ഉള്ളവരാകുന്നു. ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന വെട്ടിയിലെയും വട്ടിയിലെയും ചീഞ്ഞു ചീഞ്ഞ് ചെടിക്ക് വളമായിത്തീരും. അപ്പോൾ ചെടിയിൽ നല്ല പുഷ്പങ്ങൾ ഉണ്ടാകും. പൂക്കൾ കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു. എന്നാൽ വളമായിത്തീർന്ന വട്ടിയിലയുടെയും വെട്ടിയിലയുടെയും കാര്യങ്ങൾ ആര് വിചാരിക്കുന്നു? നമുക്ക് എന്നും വളമായി കിടന്നാൽ മതി. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്.